ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയ സ്പൈസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോനെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ക്രിസ്മസ് ആവാറായില്ലേ? കുറേ വീട്ടുകളിൽ വൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇട്ട് വെക്കാത്തവരെ വിഷമിക്കല്ലേ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി വൈൻ റെസിപ്പിയാണ്. യൂഷ്വലി ക്രിസ്മസിനെ നമ്മളെല്ലാവരും റെഡ് വൈനാണ് ഉണ്ടാക്കുക. ഈ കൊല്ലം ഒന്ന് മാറ്റി പിടിച്ചാലാ? ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വൈറ്റ് വൈൻ്റെ റെസിപ്പിയാണ്. ഈ വൈറ്റ് വൈൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അധികം നാൾ ഇട്ട് വയ്ക്കും വേണ്ട. ഒരു 2 വീക്സിലൊക്കെ ഈ വൈൻ റെഡിയാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഈ വൈറ്റ് വൈൻ ഉണ്ടാക്കാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കിലോ ഫ്രഷ് ആൻഡ് ജ്യൂസി ഗ്രീൻ ഗ്രേപ്സ് ആണ്. ഇതിൽ വല്ല കേടായ ഗ്രേപ്സാ അല്ലെങ്കിൽ വല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രേപ്സ് നമുക്ക് എടുക്കണ്ട. അത് ചിലപ്പോൾ നമ്മുടെ വൈന് ചിലപ്പോൾ കേടായി പോവും. അപ്പം അത് കാരണം സൂക്ഷിച്ച് ഒന്നൊന്നായിട്ട് നമുക്ക് പ്ലക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഗ്രേപ്സ് പ്ലക്ക് ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ വലിക്കാണ്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വലിച്ചെങ്കിൽ അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ജ്യൂസൊന്നും പുറത്തേക്ക് പോവില്ല. വൈൻ ഉണ്ടാക്കാൻ ഇത് മാത്രമാണ് ഒരു പണിയുള്ളത്. അത് വീട്ടിൽ വല്ല പിള്ളേർസൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിച്ച് സഹായിക്കാൻ പറയണതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇത് 1 കിലോ ഉള്ളൂ, നമുക്കിതൊരു 10-15 മിനിറ്റിൽ പണി കഴിയും. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി നല്ല ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ സാധാരണ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ചെയ്തിട്ട് ഒരു ഷെൽഫിനുള്ളിൽ വെക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു കൊല്ലം അതിലത്തെ ഒരു ബോട്ടിൽ പൊട്ടിപ്പോയി, ബേസ്റ്റായി. അതിന് ശേഷം എൻ്റെ വീട്ടിൽ ഈ പണി നിർത്തി. പിന്നെ എൻ്റെ ആൻറ്റിമാർ നല്ല വൈൻ ഉണ്ടാക്കും കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ട് ചാമ്പയ്ക്ക, ലൂവിക്ക, പൈനാപ്പിൾ, ഗ്രേപ്സ്, അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവർ നല്ല വൈൻ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ അവരുടെ അടുത്തുനിന്നായി വൈൻ മേടിക്കല്. പിന്നെ നമ്മൾ ഒട്ടും ഉണ്ടാക്കാറില്ല. അങ്ങനെ ഇരിക്കലാണ് കുറച്ച് കൊല്ലം മുമ്പ് തൊട്ട് എനിക്കൊരാശ, എനിക്കും വൈൻ ഉണ്ടാക്കണം, എനിക്കും പഠിക്കണം. അങ്ങനെ തുടങ്ങിയ ക്രേസാണ്. ഇപ്പോൾ അത്യാവശ്യത്തിന് ഞാനും വൈൻ ഉണ്ടാക്കും കേട്ടോ. എൻ്റെ അമ്മച്ചിക്കും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എൻ്റെ വൈൻ. നിങ്ങളൊന്ന് എൻ്റെ ചാനലിൽ നോക്കിയെങ്കിൽ ഞാൻ വേറെ വൈൻ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ, ഗ്രേപ്പിൻ്റെ, ഈ റെഡ് വൈൻ്റെ. നിങ്ങളൊന്ന് പോയി നോക്കണേ, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. വർത്താനം പറഞ്ഞതിൽ നമ്മുടെ ഈ ഗ്രേപ്സൊക്കെ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞു. കേടായ ഗ്രേപ്സൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്താലോ? ക്ലീൻ ചെയ്യാൻ ഞാൻ എപ്പോഴും കുടിക്കുന്ന വെള്ളത്തോണ്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേപ്സിൻ്റെ മേലെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഒരു വൈറ്റ് പാച്ച് പോലെ ഉണ്ടാവും. ഈ പാച്ച് ഒന്നാലെ ഡസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ, അത് രണ്ടും നമ്മുടെ ഹെൽത്തിനും പിന്നെ ഈ വൈനിനും നല്ലതല്ല. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് മെല്ലെ മെല്ലെ കഴുകണം. അതിന് ഞാൻ ഡ്രിങ്കിങ് വാട്ടറേ യൂസ് ചെയ്യുള്ളൂ ക്ലീൻ ചെയ്യാൻ. പിന്നെ അത് 1-2 പ്രാവശ്യമല്ല, ഒരു 4-5 പ്രാവശ്യമെങ്കിലും കഴുകണം. അൺടിൽ ആ വെള്ളം ഒന്ന് ക്ലിയർ ആവണ വരയ്ക്കും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിനെ ഉരച്ച് കഴുകൊന്നും വേണ്ട കേട്ടോ. മെല്ലെ മെല്ലെ ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകിയെടുത്താൽ മതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ഇതേ ഈ വെള്ളം നല്ല ക്ലിയറായി. അതിനർത്ഥം ഗ്രേപ്സ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സ്ട്രെയിനറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ എക്സസ് വെള്ളമൊക്കെ അതിൽ പൊക്കോളും. നോക്കിയേ, നമ്മുടെ ഗ്രേപ്സൊക്കെ എന്ത് ഭംഗിയിലായിരിക്കുന്നത്. അതിൻ്റെ ജ്യൂസൊന്നും ഒട്ടും പോകാതെ നല്ല ഫ്രഷായിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കുന്നു. ഈ ഗ്രേപ്സിനെ ഇനി നമുക്കൊരു ടവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് എയർ ഡ്രൈ ചെയ്യാം. സാധാരണ ഞാൻ ഈ പണി കുട്ടികളില്ലാത്ത സമയത്താണ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഓരോ ഗ്രേപ്സ് അവരുടെ വയറ്റിലേക്ക് പോകും. അപ്പോൾ അവരില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ പണി സാധാരണ ചെയ്യാറ്. ഈ ഗ്രേപ്സ് ഉണങ്ങണ സമയത്ത് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാം. 1 കിലോന് 2 ലിറ്റർ വെള്ളവും കറക്റ്റ് മെഷർമെൻറ്റ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുന്ന പാത്രങ്ങളും സ്പൂണും ഒക്കെ നന്നായി കഴുകി സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാനിറ്റൈസർ ഇടല്ല കേട്ടോ, ഒരു ഇളം ചൂടുവെള്ളം, അതും ഡ്രിങ്കിങ് വാട്ടർ തന്നെ. അതുകൊണ്ട് ലാസ്റ്റായിട്ടൊന്ന് നല്ല റിൻസ് ചെയ്ത് നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത ഭരണിയായാലും സ്പൂണായാലും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് 1 കിലോളം പഞ്ചസാര ആവശ്യമുണ്ടാവും. നമ്മുടെ ഗ്രേപ്സൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഞാൻ ഈ ഗ്രേപ്സിന്
കുറേശ്ശെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഈ ഭരണിയിലേക്ക് ഇടുന്നത്. ഗ്രേപ്സ് കുറച്ചായ കാരണം നമുക്ക് ഈ പണി ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 കിലോ 3 കിലോ ഒക്കെ ഉണ്ടാക്കാൻ ഈ ക്രഷ് ചെയ്യുന്നത് ഒരു പണിയാട്ടോ. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൽ ഈ വുഡൻ ക്രഷർ പോലെ ഒരു സംഭവം കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കൈയൊന്നും വേനിക്കാണ്ട് തന്നെ ക്രഷ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാലും അങ്ങനെ അറ്റിട്ട് തന്നെ പീച്ചുണ്ട് തന്നെ. ജസ്റ്റ് ഒന്ന് പൾപ്പ് ഒന്ന് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലൈറ്റായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. നമ്മുടെ ഗ്രേപ്സും ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തു വെച്ച 1 കിലോ പഞ്ചസാര നമുക്കിതിലേക്ക് ഇടാം. അതിട്ടതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച ആറിയ 2 ലിറ്റർ വെള്ളം ഇതിലേക്ക് മെല്ലെ ഒഴിക്കാം. ഇനി ഒരു ക്ലീൻ സാനിറ്റൈസ്ഡ് വുഡൻ സ്പൂൺ വെച്ചിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ കയ്യ അല്ലെങ്കിൽ മെറ്റൽ സ്പൂണോ ഒന്നും യൂസ് ചെയ്യരുത്. മാക്സിമം ഈ വുഡൻ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിനൊന്ന് മൂടി വെച്ച് ഒരു തുണി വെച്ച് കെട്ടി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടല്ലേ, ഇതിൽ ഈസ്റ്റേ ഇട്ടിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ഈ വൈൻ ഇട്ട് വെക്കുന്നത് ഒരു ഈവനിങ് ടൈമാണ്. നാളെ കാലത്താണ് ഞാനിതിൽ ഈസ്റ്റ് ആഡ് ചെയ്യാൻ പോകണുള്ളൂ. അതുവരയ്ക്കും ഇതിലൊന്ന് നാച്ചുറൽ ഫെർമെൻറ്റേഷൻ നടക്കട്ടെ, അതിനെ നമുക്കിതിനെ വിടാം. നാളെ കാലത്ത് നമുക്കിതിൽ ഈസ്റ്റ് ഇടാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു 12 to 13 hours ഞാൻ വൈൻ ഇട്ട് വെച്ചേക്കുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയെങ്കിൽ നിങ്ങൾക്ക് കാണാം ചെറിയ ബബിൾസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം നാച്ചുറൽ ഫെർമെൻറ്റേഷൻ ഓൾറെഡി സ്റ്റാർട്ടായിരിക്കണം. ഇനിയൊന്ന് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്യാം. ഈസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഡ്രൈഡ് ആക്റ്റീവ് ഈസ്റ്റാണ്. പിന്നെ ഒരു 1/2 കപ്പ് ലൂക്കോം വാട്ടറിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഈ ആക്റ്റീവ് ഈസ്റ്റും 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ്സിന് ശേഷം ഇത് നന്നായി ആക്ടിവേറ്റ് ആയി. ഈ മിക്സ് നമുക്ക് ഇനിയിപ്പോൾ വൈനിലേക്ക് ആഡ് ചെയ്യണം. ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് പഴയ പോലെ ക്ലോസ് ചെയ്ത് ഒരു തുണി കൊണ്ട് കെട്ടിയെടുത്ത് വെക്കാം. നന്നായി കെട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഈ വൈനിനെ ഇനി ഒരു നല്ലൊരു ഡാർക്കും കൂളുള്ള സ്ഥലത്ത് എടുത്തു വയ്ക്കാം. പിന്നെ ഒരാഴ്ച പെറ്റിങ് ഒരേ സമയത്ത് ഐദർ ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നമുക്ക് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആഫ്റ്റർനൂൺസും പിന്നെ അധികം ലേറ്റ് നൈറ്റും അവോയ്ഡ് ചെയ്യാം. ബെസ്റ്റ് സമയമാണ് മോർണിംഗ് ടൈം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും മിക്സ് ചെയ്യുമ്പോൾ ഈ സ്പൂൺ വുഡൻ സ്പൂണ് തന്നെ ആവണം, അല്ലെങ്കിൽ നമ്മുടെ വൈൻ പെട്ടെന്ന് കേടായി പോകും. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ആ ഏരിയ തന്നെ നല്ല വൈൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ വൈൻ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ചയായി. ഇനി നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യണം. ഞാനിവിടെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ വേറെ ഒരു ക്ലീൻ സ്റ്റെറിലൈസ്ഡ് ഭരണി എടുത്ത് അതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ആ സ്ട്രെയിനറിൻ്റെ മേലെ ഒരു തുണി വെച്ചിട്ട് ഈ വൈനിനെ ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുക. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ഫ്രീ ഭരണി ഇല്ലയെന്ന് വെച്ചാൽ ഈ വൈനിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് തിരിച്ച് ഈ വൈന് ഈ ഭരണിയിലേക്ക് തന്നെ ഒഴിച്ചാലും മതി. അഗെയിൻ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പാത്രം, ഈ തുണി, പിന്നെ ഈ സ്ട്രെയിനർ എല്ലാം നല്ല ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ആവണം. നമ്മുടെ കൈകളും നല്ല ക്ലീൻ ആവണം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെച്ച വൈൻ ഇതിലേക്ക് മെല്ലെ ഒഴിക്കണം. ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് ഒന്ന് തന്നെ സ്ക്വീസ് ചെയ്യാം. അപ്പോൾ ഒന്നും വേസ്റ്റ് ആവില്ല. എൻ്റെ പൾപ്പിൽ നിന്ന് മാക്സിമം നമുക്ക് എത്രയോ വൈൻ കിട്ടണോ അത്രയും കിട്ടും. നമുക്ക് ഒരു വേസ്റ്റേജ് ഉണ്ടാവില്ല. സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. നമ്മളിത് ഒഴിക്കലും പിടിക്കലും ഒരുമിച്ച് നടക്കില്ല. ഇത് ഞാൻ എൻ്റെ കെട്ടിയനോട് പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ ഒന്നും എവിടെയും സ്പില്ലാവില്ല. അപ്പോൾ നമുക്ക് ഫുള്ള് വൈന് വേസ്റ്റ് ആവാണ്ട് കിട്ടും. ഇനി പഴയ പോലെ ഈ വൈനിനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി വെക്കുക.
കെട്ടി വെച്ചിട്ട് നമ്മൾ എവിടെയാണ് മുമ്പ് സൂക്ഷിച്ചു വെച്ചോ അവിടെ തന്നെ ഇരുട്ടത്ത് നമുക്കിതിനെ ഭദ്രമായി എടുത്തു വയ്ക്കാം. ഇനി ഒരാഴ്ചയും കൂടി നമുക്കിതിനെ അളക്കാണ്ട് പിന്നെ ഷെയ്ക്ക് ചെയ്യാണ്ട് അവിടെ ഭദ്രമായി എടുത്തു വയ്ക്കാം. ഈ ഒരാഴ്ചയിൽ നമ്മുടെ വൈനൊക്കെ ഒന്ന് സെറ്റായി അടിയിലേക്ക് എല്ലാ സാധനം വേസ്റ്റൊക്കെ സെറ്റിലാവും. ഇനി നമുക്ക് തുറന്നു നോക്കിയാലോ എങ്ങനെയുണ്ട് നമ്മുടെ വൈൻ. വാവ്, വൈൻ നല്ല മണവും നല്ല ടെക്സ്ചറും ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വൈനിനെ ബോട്ടിൽ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ഈ വൈനിനെ ഒരു ക്ലീൻ ആൻഡ് സാനിറ്റൈസ്ഡ് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭരണീനെ ഒട്ടും ഷേക്ക് ചെയ്യാണ്ട് തെളി മാത്രം എടുത്ത് വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങൾക്ക് കാണാനുണ്ടാവും തോന്നുന്നു, എല്ലാ വൈനും നല്ല ക്ലിയർ വൈനൊക്കെ ട്രാൻസ്ഫറായി ഇതിലത്തെ അടിയിലത്തെ വേസ്റ്റൊക്കെ ഇതിൽ സെറ്റിലാവും ചെയ്തു. ഇനി ഒരു ഫണൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വൈനിനെ ബോട്ടിൽ ചെയ്യാം. നമ്മുടെ വൈൻ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ഒരു മഡി കളറാണ് ഇരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് കൺസ്യൂമബിൾ, നിങ്ങൾക്ക് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് നല്ല ക്ലിയർ വൈൻ തന്നെ വേണമെന്ന് വെച്ചാൽ തിരിച്ചും ഈ ബോട്ടിലിന് ഒരു 1 week to 10 days എടുത്തു വെച്ചാൽ നല്ല ക്ലിയർ വൈനായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 2 weeks കൂടിയായി എൻ്റെ വൈൻ നല്ല ക്ലിയർ വൈനും നല്ല ടേസ്റ്റുള്ള വൈൻ റെഡിയായി. ഈ ക്രിസ്മസിന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. So see you friends in another interesting video. Until then, bye.